ഹായ് ഹലോ എവരി വൺ, ജോജിസ് വ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കൊടൈക്കനാൽ പോയ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗമാണിത്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പോകുന്നത് ഗുണ കേവിലേക്കാണ്. അപ്പോൾ ഒത്തിരി നിഗൂഢതകളൊക്കെയുള്ള നമ്മുടെ ഗുണ കേവിൽ കയറാനായിട്ട് വെറും 10 രൂപയുള്ളൂ കേട്ടോ. ഗുണാക്കേവിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അതും ആ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഈ സീസണിൽ തന്നെ പോകാൻ കഴിഞ്ഞതിൻ്റെ ഒരു വല്ലാത്തൊരു ത്രില്ലിലായിരുന്നു ഞാൻ. ഫോറസ്റ്റ് കയറി അതിനുശേഷം നമ്മൾ കാത്തിരുന്ന ഗുണാക്കേവ് കയറുന്നത്. ഞാനായിട്ട് എന്തിനാ പാടാൻ കൺമണി പാട്ട് പാടാൻ അറിയില്ല. ഈ ഗുണ കേവിൻ്റെ ഈ ബോർഡിൻ്റെ അവിടെ നിന്ന് പാട്ട് പാടി ഒരു റീൽസൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വേഗം തന്നെ മാറി. കാര്യം ഒത്തിരി ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണതാണ്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി മാറി. നമ്മളകത്തേക്ക് ചെല്ലും തോറും ഇങ്ങനെ മരത്തിൻ്റെ ഈ വേരുകളും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടത് കാര്യം ഇത്രത്തോളം ഒരു സിനിമയെ നമ്മൾക്ക് ആഴത്തിൽ സ്പർശിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാര്യം സിനിമ കണ്ട ശേഷം ഈ ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഫീലിങ്ങും പിന്നെ അതുപോലെ ഒരു ത്രില്ലുമാണ് നമുക്ക്. പിന്നെ സുഭാഷ് നമുക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ഈ പടികൾ കയറിയിട്ടല്ല അവർ മഴയും കൊണ്ട് അവരിങ്ങനെ ഓടുന്നൊരു സീനില്ലേ ഈ പടികൾ കയറിയിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് അതുപോലെ തന്നെ ജോജിനോട് നടന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ അതിലേറ്റവും രസം എന്ന് വെച്ചെന്നാൽ ഇപ്പോഴും തമിഴന്മാരായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. കൂടുതൽ മലയാളികളെയൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ അവരെല്ലാം തന്നെ സുഭാഷേ കുട്ടേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങോട്ട് ഗുഹയുടെ മുഖത്തൊക്കെ ചെന്നിട്ട് അങ്ങനെ വിളിക്കണത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു അത്ഭുതമുണ്ട്. സിക്സനൊക്കെ തുറക്കൂലേ, ഇത് തുറക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകണം. തടുത്തിട്ട് നമ്മൾ നടക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല സേഫാണ്. കാര്യം അവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് നേരത്തെ ഇങ്ങനെ ഗുഹ പോലെയുള്ളതും കുഴികളും ഒക്കെ ഇങ്ങനെ അടച്ചു വെച്ചേക്കുവാണ്. എന്നാലും ആളുകൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയായിരുന്നു എല്ലാം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ടെങ്ങാനും വീണ് പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് അവിടെ എത്തി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയിൽ ആ വീണ് പോയ ആ സീനൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഒരു നെഞ്ചിടിപ്പ്. എനിക്കങ്ങനെ വല്ലാത്തൊരു നെഞ്ചിടിപ്പ് പോലെ തോന്നിയിരുന്നു. എനിക്കങ്ങനെ നോക്കാൻ പോലും പേടിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അകത്ത് നിന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെ ചെയ്തേക്കണത്. അപ്പോഴും എനിക്ക് പേടിയായിരുന്നു. എന്തോ ഒരു വല്ലാത്ത പേടിയായിരുന്നു. ഇത് ജോയാണ് ഈ വീഡിയോ എടുത്തത്. ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അയ്യോ വേണ്ട വേണ്ട മതി 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ജോയിനെ കൊണ്ട് നിർത്തിക്കുകയാണ് ചെയ്തത്. നമുക്കൊരു വല്ലാത്തൊരു ടെൻഷൻ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഒത്തിരി വീഡിയോസിലും കഥകളിലൊക്കെ ആൾക്കാർ പറയണ പോലെ ഒരു നിഗൂഢതയും ഭയാനകവും എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾക്കും തോന്നും. ഇത്ര ആളുകളുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും തോന്നും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. ഇതിനു മുമ്പ് അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും.
അവിടെയുള്ളതെന്ന് വെച്ചാൽ ഒരേ സമയം നമ്മളെ പേടിപ്പിക്കുകയും അതേപോലെ തന്നെ ഒരേ സമയം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് അവിടെ ഒരു ഗേറ്റുകളാണ്, ഫുള്ളും ഗേറ്റുകൾ വെച്ച് അടച്ച് ക്ലോസ് ചെയ്തേക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ മലകളും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രസമെന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് ആ കോട വീണ് കിടക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വേരുകളൊക്കെ കാണുമ്പോഴത്തേക്കും കൂടുതലും ആ സിനിമ കണ്ടിട്ട് ചെന്നത് കൊണ്ടായിരിക്കാം. പിന്നെ മാത്രമല്ല, ഞാൻ എപ്പോഴും പറയണ പോലെ എൻ്റെ നാട്ടുകാരും എൻ്റെ വീടും ഒക്കെ മഞ്ഞുമലൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ച് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു അഭിമാനവും ഒരു സന്തോഷവും എന്താ പറയുക, വളരെ സന്തോഷം. എനിക്ക് അവിടെ ചുറ്റും നിൽക്കുന്ന തമിഴന്മാരാണ്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയണമെന്നുണ്ട്, എൻ്റെ വീട് മഞ്ഞുമലാണ്, ഈ സുഭാഷ് എന്ന് പറയുന്ന ആൾ എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്, നമ്മൾ പരിചയമുള്ള വ്യക്തിയാണ്, നമ്മുടെ വീടിൻ്റെ നെയ്ബറാണ് എന്നൊക്കെ എനിക്ക് എല്ലാവരോടും വിളിച്ച് പറയണമെന്നുണ്ട്. ഒരു വല്ലാത്തൊരു ത്രില്ലായിരുന്നു അവിടെ നിന്നപ്പോഴത്തേക്കും. അതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഇത്രയും പേര് മരിച്ചു പോയൊരു സ്ഥലത്ത് നിന്ന് സുഭാഷ് രക്ഷപ്പെട്ടല്ലോ. അത് എത്ര ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്നാണ് ഞാൻ ആലോചിച്ചത് ശരിക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും. അത്രയും ഭീകരമായൊരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തി ആ കൂട്ടുകാർ കൊണ്ടുവന്നില്ലേ, എത്ര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മരിച്ച് ജീവിച്ചിട്ട് വന്നതുപോലെയാണ് ശരിക്കും, അല്ലേ? ഗുണ കേവ് ഏകദേശം ഞങ്ങൾ എല്ലായിടത്തും നടന്ന് കണ്ട് ഫോട്ടോ എടുത്ത് ഷൂട്ട് ചെയ്തൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പറയും അധികമൊന്നും കാണാനൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ സിനിമ കണ്ട ശേഷം വരുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ്. ആ വേരുകളുള്ളതും അതുപോലെ തന്നെ അകത്തേക്ക് ചെല്ലുമ്പോഴും അതിലേത് രസം വെച്ചാൽ ഇപ്പോഴും എല്ലാവരും സുഭാഷിനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളി. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, എല്ലാവരും വിളിച്ച് എൻ്റെ വീടിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്, ഞാൻ മഞ്ഞുമലാണെന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആനിവേഴ്സറീസ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇനി മിണ്ടാവില്ല. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ലോ ആയിട്ടുണ്ട്, ഇനി ഫോൺ ചാർജ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പോകും. ഞാനും ലോ ആയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട ശേഷം ത്രില്ലടിച്ചിട്ട് ഗുണ കേവ് വരണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ഗുണ കേവിൽ വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കൊടൈക്കനാൽ ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകാനാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കൊടൈക്കനാൽ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അത് ഞാൻ അടുത്ത ഭാഗത്താണ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമല്ലോ. ഓക്കെ, ബൈ ബൈ.